ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി പർച്ചേസ് ഒന്നും ചിലപ്പോൾ കാണില്ല. ടൈമ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിലേക്കാണ്. ഇവിടെ നമുക്ക് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. പക്ഷേ ട്രെൻഡ്സ് മനസ്സിലാക്കാനും അങ്ങനത്തെ സാധനങ്ങൾ വേറെ ഹോൾസെയിൽ മാർക്കറ്റ്സിൽ നിന്നോ സപ്ലയേഴ്സിനോ സോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനാണ്. സോ ഈ ഒരു സ്ഥലത്ത് നമ്മൾ മെയിനായി പോകുന്നത് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് അറിയുന്നതാണ്. സോ ഐ തിങ്ക് സോ നമുക്ക് ചിലപ്പം നാട്ടിൽ ഒരിക്കലും ഇറങ്ങാത്ത ട്രെൻഡ്, അല്ലെങ്കിൽ കൊറിയ, യൂറോപ്പിലേക്കൊക്കെ പോകുന്ന ഡ്രസ്സുകൾ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രെൻഡ്സ് നമ്മൾ നോക്കാനും ഒരു അനലൈസ് ചെയ്യാനാണ്. സോ ഹോപ്പ്ഫുള്ളി ഇന്നത്തെ വ്ളോഗിൽ കുറേ ഫാഷനബിൾ ക്ലോത്ത്സ് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുന്നതായിരിക്കും. ഗൈസ്, വെൽക്കം ടു ബൈമ മാർക്കറ്റ്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അത് മെയിൻ കാരണം എന്താ അറിയോ, ഇവിടെ ഹോൾസെയിൽ മാത്രമല്ല, ലോക്കൽ ആൾക്കാർ വന്ന് റീറ്റെയിലിന് വാങ്ങും. കമ്പാരിറ്റീവ്ലി ബിസിനസ് പരമായിട്ട് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ഇപ്പം പ്ലാറ്റിനം മോളൊക്കെ ഇല്ലേ ബാങ്കോക്ക്, അതുപോലെ തന്നെയായിരിക്കും ഇവിടുത്തെ ഒരു ബൈമ മോൾ. സോ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടോ, ലൈക്ക് റീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 പീസായിട്ട് എടുക്കും. ഒരു ഡിസൈൻ്റെ 10 എണ്ണം ഒന്നും എടുക്കേണ്ട, ഹോൾസെയിൽ പോലെ. ഭയങ്കര ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഉണ്ട്, ആ സമയത്ത് ലോക്കൽ ഫാഷനും ഉണ്ട്. സോ ലെറ്റ്സ് ജസ്റ്റ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. ഇത് കണ്ട പ്രൈസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1800 to 2200 റേഞ്ചിലൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ വരുന്നത്. പക്ഷെ നമ്മുടെ ഒരു പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന്റെ ഹോൾസെയിൽ സപ്ലൈസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ പാറ്റേൺസ് ഒക്കെ കണ്ട ഇതൊക്കെ ആക്ച്വലി സമ്മർ കളക്ഷൻസിന്റെ യൂറോപ്പിലേക്ക് പോയതിന്റെ ബാക്കിയാണ്. കാരണം ഇപ്പൊ അവിടെ വിന്റർ കളക്ഷൻസ് വരാൻ തുടങ്ങി, ഓട്ടം കളക്ഷൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതിന്റെ ഡിസൈൻസ് ആണ് നിങ്ങൾ ഈ കാണുന്ന ഡ്രസ്സൊക്കെ. നോക്ക്, അടിപൊളിയല്ലേ? തന്നെ ഇതുപോലെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സസും ഉണ്ട് ഇവിടെ. ഇതൊക്കെ എന്ത് രസമാണ് നോക്ക്, ക്രൗഡും ഒക്കെ ഉണ്ട് അകത്തൊക്കെ. കിടക്കുന്ന ഡ്രസ്സ് കണ്ട, കളർഫുൾ മാലയുള്ളത്. ഇവിടത്തെ പ്രൈസ് തന്നെ 6000 വരുന്നുണ്ട്. ഇവിടുത്തെ പ്രൈസ് ആ സെറ്റിന്. ഏത് 12 കൊടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാർക്കറ്റ് ഇവിടത്തെ അല്ല, നമ്മുടെ നാട്ടിലത്തെ 6000 റുപ്പീസ് ആണ് ഇവിടുത്തെ ഇത് വാങ്ങാൻ. അതേ പറയാം നമുക്ക്. പക്ഷെ സ്റ്റൈൽസ് ഒക്കെ കണ്ട് ഇതിന്റെ സപ്ലൈനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് നോക്ക്, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതൊക്കെ ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയോ? ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് വാങ്ങണമെങ്കിൽ തന്നെ ഇറ്റ് ഇസ് ക്ലോസ് ടു 2300 റുപ്പീസ് ഈ ഒരു ഡ്രസ്സിന്. സംഭവങ്ങളൊക്കെ കൊള്ളാം. നോക്ക് എന്ത് കളക്ഷൻ. അത് നമുക്ക് എന്താണ് ഇപ്പൊ ഇവിടുത്തെ ട്രെൻഡിങ് കളക്ഷൻസ് ഐഡന്റിഫൈ ഇവിടെ വന്നാൽ മതി. ഫിറ്റ്സ് ഒക്കെ എന്താ അല്ലേ. പക്ഷെ ഇതൊക്കെയാണ് പ്രശ്നം, വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റില്ല. അടിപൊളിയല്ലേ? എക്സ്പെൻസീവ് ആയിട്ടും ഇതൊക്കെ പ്രൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 189, 350 എന്ന് പറയുമ്പോൾ 4000 റുപ്പീസൊക്കെ അടുത്തായി. 2 എണ്ണത്തിന് പോലെ ആയിരിക്കും. എന്നാലും എന്നിട്ടും തിരക്ക് കണ്ട കടകളില്. ഇതെന്തായാലും ഹോൾസെയിലേഴ്സ് അല്ലാട്ടോ ഇവിടുന്ന് വാങ്ങുന്നത്. നമ്മുടെ ബാങ്കോക്കിലെ പ്ലാറ്റിനം മോളിന്റെ ഒരു സെയിം സെറ്റപ്പ് ഇത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടാ, മറ്റേ ഡ്രസ്സിന്റെ ഹോൾസെയിൽ മാത്രമല്ല, ഒരുവിധം പ്ലാറ്റിനം മോളും തന്നെ ജ്വല്ലറീസും എല്ലാം, ബാഗ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ എനിക്ക് ചൈനയിലേക്ക് ഡ്രസ് ഷോപ്പിംഗ് വന്ന് അത്യാവശ്യം നല്ല കളക്ഷൻസ്, അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടിയാണെങ്കിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ആണെങ്കിൽ ബൈമയിലേക്ക് വന്നാൽ മതി. ഈ ടോപ്പിന്റെ ഒക്കെ പ്രൈസ്, ഈ ഡ്രസ്സിന്റെ ഒക്കെ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ 230 എന്ന് പറഞ്ഞാൽ 2600 അടുത്ത് വരുന്നുണ്ട് ഡ്രസ്സുകൾ. 3000 അടുത്തായി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നാട്ടില് ഇവിടുന്ന് ഹോൾസെയിലറിന്റെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന പ്രൈസിനെ, നാട്ടിൽ വിൽക്കുന്ന പ്രൈസിനെ കാട്ടി കൂടുതലാണ് ഇവിടെ ജസ്റ്റ് ഇവിടെ വന്ന് വാങ്ങാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എന്തോരം മാർജിൻ ആയിരിക്കും ഇവര് ചെയ്യുന്നത്. പക്ക യൂറോപ്യൻ ഫാഷൻ അല്ലേ ഇതൊക്കെ. ഇതൊക്കെ സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈ വെസ്റ്റ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് അല്ലേ. ഞാൻ പ്രയാഗ മാർട്ടിലൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. വെരി നൈസ്. എല്ലാത്തിനും ക്വാളിറ്റി ഈസ് ഓൾസോ വെരി നൈസ്. യുണീക് ഡിസൈൻസ് ഒക്കെയാണ്. ഇത് നോക്ക്, ഈ ഷർട്ട് വരെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഓബിയസ്ലി ഇഷ്ടാവില്ല കുറച്ച് കിട്ടിയ യൂണീക് പാറ്റേൺസ്. പക്ഷെ ഇത് നോക്ക്, സ്ലീവ് ഇവിടെ അറ്റത്ത് വന്ന് ചെറുതും ഇവിടെയൊക്കെ പഫ്ഡ് ആയിട്ട് പോലെ ഇരിക്കും. പഫ് സ്ലീവിന്റെ തന്നെ ഒരു ഇവല്യൂഷൻ പോലെ. ഇവിടെ നമ്മൾ ഹോൾസെയിലാന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. ഇത് പക്ക ഒരു മോള് പോലെ, ഡീക്കോറൊക്കെ കണ്ട ഹോൾസെയിൽ മോള് പോലെയല്ല, ഒരു പ്രോപ്പർ മോള് പോലെ. പക്ഷെ ബ്രാൻഡഡ് അല്ലാത്ത പല രീതിയിലുള്ള ഡിസൈനർ ഔട്ട്ഫിറ്റ്സ്. ഇതൊക്കെ നോക്ക്, അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാം ഒരു ഹൈ എൻഡ് ബുട്ടീക്ക് പോലെ തന്നെയാണ്. അത്യാവശ്യം പ്രൈസും ഉണ്ട് എല്ലാത്തിനും. ഇപ്പൊ നമ്മൾ മുകളിലേക്ക് വരുന്നതോറും റേറ്റ്സ് കുറച്ച് കുറയും. ഫാഷന്റെ സ്റ്റൈലും കുറച്ച് ഡിഫറെന്റ് ആവുന്നുണ്ട്. അത് ചില ഫ്ലോറിലേക്ക് യൂറോപ്യൻ, ചില ഫ്ലോറിലേക്ക് കൊറിയൻ, ജപ്പാൻ, അങ്ങനത്തെ ഓരോ മാർക്കറ്റ്സിലേക്ക് ഉണ്ടാണ്. ആഫ്രിക്കൻ സംഭവങ്ങൾ, ഇന്ത്യൻ സംഭവങ്ങളൊന്നും ഇല്ല. ഒരു ഷോപ്പിന്റെ കോൺസെപ്റ്റാണ് സെല്ലിങ് ഓൺലി പിങ്ക് ആൻഡ് വൈറ്റ്സ്. അതിന്റെ ഡ്രസ്സാണെങ്കിലും
ടീഷർട്സ് ആണെങ്കിലും നിറ്റ് വെയർസ് ആണെങ്കിലും എന്താണെങ്കിലും ഉള്ളി പിങ്ക് ആൻഡ് വൈറ്റ്. അത് യുണീക്ക് അല്ലേ? ഇതൊക്കെ മറ്റൊരു ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ ഒരു രീതിയിലുള്ള പാറ്റേൺസ് ആണ് ഇതൊക്കെ. പക്ഷെ നല്ല വില. ഇത് നോക്ക്, ഇതൊക്കെ പ്രൈസ് ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. എക്സ്പെൻസീവ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്. കുറച്ച് ഓവർ സൈസ് ഷർട്ട്സ്. പക്ഷെ ഐ എം ആക്ച്വലി ഷോക്ക് കേട്ടോ. കാരണം നമ്മൾ ചൈനയിൽ ഇങ്ങനത്തെ ഒരു മോളിൽ ഹോൾസെയിൽ പ്ലാറ്റിനം മോളിൻ്റെ ഒരു സംഭവം ബാങ്കോക്കിനെക്കാട്ടി ചീപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഇത് ബാങ്കോക്കിനെക്കാട്ടി എക്സ്പെൻസീവ് ആണ്. ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. ഇങ്ങനത്തെയൊക്കെ ഒരെണ്ണത്തിന് ക്ലോസ് ടു 800-900 റുപ്പീസ് ആണ്. ബാങ്കോക്കിൽ ഒരു 600 800 അടുത്തൊക്കെ കിട്ടുന്നത് ഇവിടെ ഒരു 900 to 1400 1300 ഒക്കെ വരുന്നുണ്ട്. എക്സ്പെൻസീവ് ഇത് ചൈന. പ്ലാറ്റിനം മോളിനെക്കാട്ടി എക്സ്പെൻസീവാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പേഴ്സണൽ പേർപ്പസസിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റുമേ. അതെ, നല്ല ഹലോ കിറ്റിയുടെ ഒക്കെ പോലത്തെ നൈറ്റ് ക്ലോത്ത്സ് എനിക്കൊന്ന് 2 എണ്ണം എടുത്തിട്ടുണ്ട്. എനിക്കത് പൈജാമ ആൻഡ് ബോട്ടം. നല്ല നൈറ്റ് വെയർസ് ഇവിടെ കിട്ടും. ഇവിടെയും കിട്ടും, തായ്ലൻഡും കിട്ടും. ഭയങ്കര നല്ല കംഫി. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈവൻ ദാറ്റ് ആ ബെന്യം മെറ്റീരിയൽ അല്ല, ഒരു ക്രേപ്പ് കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ഒന്ന് ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോകാനും ഒക്കെ ഉപയോഗിക്കാം. അതിന് വേണ്ടി ഡ്രസ്സ് മാറ്റണമെന്നുമില്ല. അത്രയും നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള നൈറ്റ് വെയർസാണ് ഇവിടെ മൊത്തം ഉള്ളത്. നോക്ക്, ഇവിടെ നിന്ന് എന്തായാലും പ്രിയ എത്ര എണ്ണം എടുത്തു? 2 എണ്ണം. ആ, മോള് 8 ഫ്ലോർസ് ആണ്. 8 ഫ്ലോർസ് ആണ് ഈ വന്നിരിക്കുന്നത്. എന്ത് സെക്കൻഡ് ഫ്ലോർ ലൂസിങ് കോഫി. അത് കണ്ടു വന്നപ്പോ ലൂസിങ് കോഫി. അതെന്താ ഹെയർ സലൂൺ ഉണ്ടല്ലോ. ആ, എന്ത് ഇവിടെ വന്നില്ല, അതെങ്കിലും മുതലാക്കാൻ വന്നിട്ട് ആ കൂടെ 5 ദിവസം ആയിട്ടുള്ളൂ. 20th വന്നേ. അത് ചിലപ്പോ കുളിച്ചു കാണില്ല കേട്ടാ. എന്നിട്ട് ജെഫറിനെ കുറ്റം പറയും. ഇത് കണ്ട, ഇവിടെ ഒറ്റ ഒരു കോഫി ബ്രാൻഡോ ഫേക്ക് ബ്രാൻഡോ ഹോൾസെയിൽ ഇല്ല. ഇതുപോലെ എല്ലാം ഇൻഡിപെൻഡന്റ് ബ്രാൻഡ്സ് അവർക്ക് രീതിയിൽ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുവാണ്. സോ ആക്ച്വലി ഡിസൈനർ ഒരു ചെറിയ ഹോൾസെയിൽ മോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഡിസൈനർ ബൊട്ടീക് ഹോൾസെയിൽ മോൾ. എവറിത്തിങ് ഇസ് ക്വൈറ്റ് യൂണിക്. തന്നെ ബൈമയുടെ ഓപ്പോസിറ്റിലും വേറൊരു മോളുണ്ട്, APM മോൾ. അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. എന്നാലും ബൈമയുടെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ബട്ട് ദിസ് ലൈക്ക് ഒരു നമ്മുടെ ഒരു 5 ലുലു മോള് കൂടിച്ചേർന്നുള്ളതാണ് ഈ ഫുൾ ഏരിയ. പല രീതിയിലുള്ള മോൾസ്. സോ ഹ്യൂജ്. ഇടയിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ചൂടുണ്ടല്ലോ, ഏകദേശം ഒരു 38-39 ഡിഗ്രീസ് ആണ്. ഭയങ്കരമായിട്ട് ഒരു ഓവനിൽ വേവുന്ന ഒരു ഫീലാണ്. ലിറ്ററലി ലൈക്ക് എ ഹോട്ട് ബോക്സ്. പക്ഷേ ഫുൾ AC ഷോപ്പിംഗ് സ്ഥലങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് സമ്മറിൽ വന്നാലും. പക്ഷേ ദിസ് ജൂൺ ജൂലൈ ആണ് ടൂ ഹോട്ട്. പേരിൽ തന്നെ ഉണ്ട് ലക്സ് എന്നുള്ളത്. APM മോൾ, ലക്സ് മോൾ 2 ഫ്ലോറാണ്. ഹ്യൂജ് പ്ലേസ്. കണ്ടാൽ തോന്നുന്ന സ്ട്രീറ്റ് സൈഡും അതൊക്കെയാണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ. ബൈമേനെക്കാട്ടി ബെറ്റർ എന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് ഐറ്റംസ് ഒന്ന് നോക്കാം. ഓരോ ഷോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഒരു 3 നില തന്നെയാണ് അവരുടെ ഫ്രണ്ടേജ് വരുന്ന ഹൈറ്റ്. അത് തന്നെ എസ്തെറ്റിക്കായി ഡിസൈൻ ചെയ്ത് ഒരു ഹോൾസെയിൽ മോളിൻ്റെ ഒരു ഫീലേ ഇല്ല. ബട്ട് ഓൾ നല്ല ടോപ്സ് ഒക്കെയാണ്. ഓൾ ദിസ് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ് 100 for 2. സോ ദാറ്റ്സ് ലൈക്ക് ഒരു 2,800 റുപ്പീസ് വരും. ഇതൊക്കെ നോക്ക് ഡിസ്പ്ലേ നോക്ക്. ഇതേ പറഞ്ഞേ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇതൊക്കെ കാരണം ആരാണെങ്കിലും കയറാനുള്ള ഒരു ഫീൽ കാണില്ലേ. ആക്ച്വലി ഷോപ്പിംഗ് പാരഡൈസ് തന്നെയാണ്. ബിസിനസ് വേണ്ടിയല്ല, പേഴ്സണൽ രീതിയിൽ. കുറേ പേര് ഇവിടുന്ന് ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കറിയില്ല അതെങ്ങനെ മുതലാവുന്നു. മേ ബി യൂറോപ്യനിലേക്കൊക്കെ ഓക്കെ ആയിരിക്കും ആ പ്രൈസിന് വിൽക്കാനായിട്ട്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സുകളേ ഉള്ളൂ ഒരു ബുട്ടീക്കിലും ഷോപ്പിലൊക്കെ. ശരിക്കും ഒരു ഹൈ എൻഡ് ബുട്ടീക്ക് പോലെ. പിന്നെ വേണമെങ്കിൽ എനിക്കൊന്ന് ചിലപ്പോൾ ഒരു വെയർ ഹൗസിൽ നിന്നോ അല്ലെങ്കിൽ മെയ്ഡ് ടു ഓർഡർ വല്ല ആയിരിക്കും. ഇതൊക്കെ നോക്ക്, കുറേ നല്ല പാറ്റേൺസ് ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട്. ഈ പിങ്ക് ഡ്രസ്സ് ഇതൊന്നും അല്ലാതെ സ്ട്രീറ്റ് സ്റ്റൈൽ കോസ്റ്റ്യൂം വേണ്ടവർക്ക് അതുവരെ ഉണ്ട്. സ്ട്രീറ്റ് വെയർസ്. ഇമാജിൻ ഹാവിങ് നമുക്ക് നാട്ടിൽ സ്ട്രീറ്റ് വെയർ ബ്രാൻഡ് വേണം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ വേറെ ആർക്കും കാണില്ലല്ലോ. കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട. ഇവർ തന്നെ നമുക്ക് ഹോൾസെയിലായിട്ട് കുറച്ചും കൂടെ റീസണബിൾ ആയിട്ട് തരും. ബട്ട് ഭയങ്കര സ്റ്റൈലിഷും ആയിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റൈലിംഗ് തന്നെ നോക്ക്. ശരിക്കും നാട്ടിലെ ബുട്ടീക്സ് പോലെ തന്നെ, ഡിസൈനർ ബുട്ടീക്സ് പോലെ തന്നെ. എന്ത് രസമെന്ന് നോക്കും ഓരോ സ്റ്റൈലും. ബ്രേക്ക് ഇതൊക്കെ നാട്ടിൽ വാങ്ങിക്കൊണ്ടുവരണം കാണും. പക്ഷെ നാട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു 7000 രൂപയെങ്കിലോ നമ്മൾ കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒന്നും എടുക്കാത്തത് ഫുൾ സെറ്റിന്. പാറ്റേൺ ഒക്കെ നോക്ക്.
ഭയങ്കര പോപ്പുലർ അല്ലേ ഇതൊക്കെ? കുറേ പേര് ഇടുന്ന കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് വൈറ്റ് ഇങ്ങനത്തെ ബട്ടൺസ് ഉള്ള വെസ്റ്റ് അടിപൊളിയാണ്. ഇപ്പോൾ കുറേ പേര് ഇടുന്ന കാണുന്നുണ്ട്, ഇവൻ നാട്ടിലും. പോരാതെ കുട്ടികളുടെ കളക്ഷൻസും ഇതൊക്കെ മറ്റേ പ്രിൻസസ് പാർട്ടി വെയർ. എൻ്റെ അമ്മോ, എന്താ അല്ലേ പാർട്ടി വെയർസ്. ലിറ്ററലി വേറെ ഒന്നും വേണ്ട, ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ. സോ ഗോർജിയസ് ദീസ് തിങ്സ്. ഇതിൽ പ്രിയ കണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതേ ഈ ഡ്രസ്സും ഈ ഷർട്ടും അതുപോലെ തന്നെ മേ ബി ഇതേ ആ ഡ്രസ്സ് ഡെനിമിന്റെ വൈറ്റ് ഇതൊക്കെ പ്രിയ എടുക്കുന്നേ. ആ ലിനന്റെ തന്നെ ആ സെറ്റ്. ഓ ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും കാര്യങ്ങളും ട്രെൻഡ്സും ഇവിടുത്തെ ഒരു സ്റ്റൈലും പാറ്റേൺസ് ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയ വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ കണ്ട ഐഫോണിന്റെ ഈ 0.5 എന്ന് പറയുന്നത് ഭയങ്കര വീതിയുള്ളതാണ്. എന്നിട്ട് തന്നെ ഇങ്ങനെ ഇത്രയും കവർ ചെയ്യണം, ഒരു മൗണ്ടൻ പീക്കൊക്കെ കവർ ചെയ്യുന്ന പോലെ. എന്നിട്ട് ആ എൻ്റെ കേവ് എടുത്ത് പോകും. അതാണ് ബൈമ മാർക്കറ്റ്. അതുപോലെ തന്നെ ഇനി നമുക്കിത് ഒരു മാർക്കറ്റും കൂടെ ഉണ്ട്, അവിടെയും കൂടെ കയറി നോക്കാം. ഇതൊക്കെ ചൈനയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരുമ്പോൾ ഹെൽപ്ഫുൾ ആവും. അല്ലെങ്കിൽ ഇതൊക്കെയാണ് ചൈന അവരുടെ ക്ലോത്തിങ് ബിസിനസ്സിനും അവരുടെ ഓൺടർപ്രണേഴ്സിനും വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. ചൈന എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയോ? എവറിത്തിങ് സോ വെൽ പ്ലാൻ. ഡ്രസ്സിന് വേണ്ടത് അതിനടുത്ത് തന്നെ അതിന് പറ്റിയ കൊറിയർ ഓഫീസ്, അതിന് പറ്റിയ മെറ്റീരിയൽസ് ലൈക്ക് പാക്കിംഗ്, അതിനുള്ള സംഭവങ്ങൾ എവറിത്തിങ് ദേ മേഡ് ഷുവർ സോ ദാറ്റ് വരുന്നവർക്കും ഇവിടെ ബിസിനസ് നടത്തുന്നവർക്കും ഉള്ള സൗകര്യം. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. ഇവരുടെ റോഡ് ക്രോസ് ചെയ്യാനുള്ള ഓവർ പാസ്, അതും അവരുടെ ഹൈവേസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന വെച്ച് തന്നെ നിങ്ങൾ നോക്കിക്കോ. ഈ കാണുന്നത് റോഡ് ക്രോസ് ചെയ്യുന്നതാണ്. അതെ, ഈ കാണുന്നത് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുന്നതാണ്. എൻ്റെ ബാക്കിലുള്ള ഹൈവേ വരെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന നോക്ക്. ഇത് കോമൺ സൈറ്റ് ആണ്, എവിടെ പോയാലും ഇങ്ങനെയൊക്കെ കാണാം. ചൈന ഇൻമ മാർക്കറ്റ് ആണ്. നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. പ്രൈസ് നോക്ക്. ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി GSTയും ഷിപ്പിങ്ങും ഡ്യൂട്ടിയും എല്ലാം കൂടെ കൊടുത്ത് നാട്ടിലിറക്കി വിൽക്കുന്ന റേറ്റിനെ കാട്ടി കൂടുതലാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടുന്ന് സോഴ്സ് ചെയ്ത് വിൽക്കുന്നത്. തോന്നില്ലേ? ഭയങ്കര കൂടുതലാണ്. അതൊക്കെ നോക്കി 2 പീസ് പറഞ്ഞാൽ ബോട്ടം ഇല്ല കേട്ടാ, ജസ്റ്റ് 2 ടോപ്സ് ആണ്. നമ്മൾ നാട്ടിൽ കൊടുക്കുന്നതിനെ കാട്ടി എക്സ്പെൻസീവ്. ഡബിൾ റേറ്റിലെ ഇവിടെ നാട്ടിൽ കൊടുക്കുന്നത്. ഭയങ്കര റേറ്റ് ഇവിടെ. നോക്ക് ഡ്രസ്സിനൊക്കെ നോക്ക് 159 ഒക്കെയാണ് വരുന്നത്. 159 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 2000 രൂപയായി ഇങ്ങനത്തെ ഡ്രസ്സ്. നമ്മളും ഞാൻ ഒരു 1800 അല്ലെങ്കിൽ 2000 1999 ഒക്കെയാണ് കൊടുക്കുന്നത് ഡ്രസ്സ്. ഇങ്ങനത്തെയും കുറച്ച് പാറ്റേൺസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. 299 എന്ന് പറയുമ്പോൾ 299 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3500 റുപ്പീസായി. ആലോചിക്കും. അപ്പൊ എന്ത് മാർജിൻ ഇവർ ഉണ്ടാക്കുന്നതെന്ന്. ഉപരി ഇവിടെ നിന്ന് ആൾക്കാരും വാങ്ങുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, നമ്മൾ വാങ്ങുന്ന ഹോൾസെയിൽ റേറ്റിന് ഇവർക്ക് സാധാരണ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റില്ല. 12 പീസും അതെ 20 പീസൊക്കെ എന്തായാലും തിരക്കുണ്ട്. സ്റ്റൈൽസ് എല്ലാ സ്റ്റൈലും ഞാൻ കാണിക്കുവാണ്. ഇതിപ്പോ കുറച്ച് പക്ക സ്ട്രീറ്റ് വെയർ, ഒരു ഫോർവേഡ് ഫാഷൻ എന്നൊക്കെ പോലത്തെ ഒരു ക്ലോതിങ് ആണ്. വെരി യുണീക്ക് കേട്ടോ. അതുപോലെ തന്നെ നോർമൽ ടീഷർട്ട്സ് ഉള്ള വേണമെങ്കിൽ അതുണ്ട്. ആ സമയത്ത് കുറേ കൂടെ ക്ലാസി ലിനൻ മെറ്റീരിയൽസ് ഉള്ള വേണമെങ്കിൽ ഡ്രസ്സസ് അതുമുണ്ട്. എവറിത്തിങ് ഇസ് അവൈലബിൾ. only thing it's quite expensive, but for the quality they offer it's fine. ഞങ്ങൾക്ക് അത് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഹോൾസെയിലും ഷോപ്പും നടത്തുന്നതുകൊണ്ടായിരിക്കും. ചിലപ്പം നിങ്ങൾ വന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര എക്സ്പെൻസീവ് ആയി തോന്നില്ലായിരിക്കും. നിങ്ങളെ എന്തായാലും പ്രിൻസ് പറഞ്ഞ ഐഡിയ നിങ്ങൾ കറക്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാരണം ഷോപ്പിന്റെ ഡിസൈന്, മാനിക്വിൻസ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ റണ്ണിങ് ഫാഷൻ ആൻഡ് ട്രെൻഡ്സ് എല്ലാം ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റില്ല ഷോപ്പിലേക്ക്. പക്ഷേ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കരുതാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടും അത്രയും വെറൈറ്റിയും ഇവിടെ ഉണ്ട്. ഇതിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക എന്തൊക്കെയാണ് നാട്ടിൽ വിൽക്കാൻ പറ്റുക, അങ്ങനത്തെ ആണോ നിങ്ങൾ ഇങ്ങനത്തെ ആണോ എന്താണോ നിങ്ങൾക്ക്, എന്നിട്ട് ഇതിന്റെ സപ്ലയറിനെ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. നോക്ക് എല്ലാ ടൈപ്പ് സംഭവങ്ങളുണ്ട് ഇവിടെ. എന്തായാലും അറിയാം നമുക്ക് യൂറോപ്യൻ പാറ്റേൺസ് ആണ്. അതിന്റെ സെയിം ഡീക്കോറിലാണ് അവരൊരു മാർബിളും ടൈൽസ് ഒക്കെ ഇട്ട് മുകളിലൊരു ലാമ്പ് ഷെയ്ഡ് ഒക്കെ കൊടുത്ത് ഒരു റെട്രോ ക്ലാസിക്കൽ ബുട്ടീക്ക്, അത് തന്നെ പേര് റെട്രോ ക്ലാസിക്കൽ ഇറ്റാലിയൻ ബുട്ടീക്ക് പോലെ. സോ അവർ ഏത് കസ്റ്റമേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ് ഡെക്കറേറ്റും ചെയ്ത് വെച്ചിരിക്കുന്നത് ഷോപ്പ്. ഓക്കെ അല്ലേ? പുതിയ ട്രെൻഡൊക്കെ കണ്ട് പഠിച്ചല്ലോ. ആ കൂടെ പൈസ ചെലവായത് മുടിപ്രിയുടെ മുടി വാഷ് ചെയ്യാൻ ഇവിടെ വന്നതിന്. വേറെ പ്രത്യേകിച്ച് ഡ്രസ്സ് ഒന്നും വാങ്ങിയില്ല. ഒരു നൈറ്റ് ഡ്രസ്സും വാങ്ങി, കുറെ ട്രെൻഡ് കണ്ടു, ഒന്നും വാങ്ങാൻ പറ്റില്ല. ഞങ്ങൾ വേറെ 2 മോളിൽ പോയി. നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന സെയിം സാധനം ഇവിടെ അതിനെ കാട്ടി കൂടുതലാണ്. അവർക്ക് GST ഷിപ്പിങ്ങും ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ ഇന്നോട്ട് വരെ. ഇതിൽ കൂടെ സ്കൂട്ടർ പെട്ടി ഓടിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പ്രിയക്ക് ഇഷ്ടമുള്ളത് വാങ്ങിത്തരാം. ഒരു ഡ്രസ്സ് ഇതിൽ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ
ഇത് ഏത് മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ഞാൻ സ്പോൺസർ ചെയ്യും. ഏത് മറ്റേ വാങ്ങിയേ. Guys, so we're back to our room and ഞങ്ങൾ ആക്ച്വലി ചൈനയിൽ ഏകദേശം ഒരു 2.5-3 വീക്സിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വ്ളോഗ്സ് ഇട്ടുള്ളൂ ബിക്കോസ് വി ആർ സോ ബിസി. പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഉള്ള ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് എനിക്ക് കുറേ വ്ളോഗ്സ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് വന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. സോ ഇനി ഇവിടുന്ന് ഞാൻ അടുത്തൊരു വ്ളോഗിൽ ഷാജി ചേട്ടനെ പറ്റിപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു റെക്കമെൻഡേഷൻ ആണ്. സോ അതിൻ്റെ പ്രോപ്പർ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത ഒരു വ്ളോഗിൽ വരുന്നതായിരിക്കും. ഇനി ഇവിടുന്ന് ബാക്ക് ടു ബാങ്കോക്ക്, അവിടെ ഒരു 3 days ആൻഡ് ദെൻ ബാക്ക് ടു ഹോം. സോ ഇത്തവണയും ചൈനയുടെ വിസിറ്റ് വാസ് വെരി ഫ്രൂട്ട്ഫുൾ ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദീസ് ചൈന വ്ളോഗ്സ്. ഇറ്റ്സ് നോട്ട് ഞങ്ങളുടെ ഒരു ടിപ്പിക്കൽ ട്രാവൽ വ്ളോഗ്സ് ആയിരുന്നില്ല, കാരണം അങ്ങനത്തെ ഒരു പേർപ്പസ് അല്ല വന്നത്. പക്ഷെ ഇനി നമുക്ക് ബാക്ക് ടു അവർ ഫുഡ് ആൻഡ് ട്രാവൽ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫാമിലി അങ്ങനത്തെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.